നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടകം 31, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലത്തെ 12 രാശിയിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ. 12 രാശിയിൽ ആദ്യത്തെ രാശിയാണ്. സമ്മിശ്ര ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ രാശിയായിട്ടുള്ള മേടം രാശി. മേടം രാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദക്കാരാണ്. ഇവർക്ക് പൊതുവെ ഇപ്പോൾ ശനിയൊക്കെ വളരെ 7.5 ശനിയാണ്. 12-ലൂടെ ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമൊക്കെയാണ്. വ്യാഴം 4-5 ഭാവത്തിലും ശനി 12-1 ഭാവങ്ങളിലും രാഹു 11-10 ഭാവത്തിലും ഒക്കെയാണ് മേടം രാശിക്കാർക്ക് ഗോചരം നടക്കുകയാണ്. എങ്ങനെയാവുമ്പോൾ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാകുന്നതാണ്. പുതിയ എന്തെങ്കിലും ചെറുകിട ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു അനുകൂല ചുറ്റുപാടുകളൊക്കെ വന്നു ചേരാം. ഉയർന്ന പണ്ഡിതന്മാരായിട്ടുള്ള ഉന്നതരായിട്ടുള്ള ഉപദേഷ്ടാക്കളുടെയൊക്കെ ആഗ്രഹം മാനിച്ചും അവരോടുള്ള അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്യാനൊക്കെ തുടങ്ങുകയാണെങ്കിൽ ലാഭങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. കാര്യവിജയമൊക്കെ ഉണ്ടാവാം. ധനസമ്പാദനത്തിനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. ധനനേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. സമൂഹത്തിൽ ഉന്നത പദവിയൊക്കെ കൈവരിക്കാനൊക്കെ ആയിട്ട് കഴിയുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് നേട്ടങ്ങളുടെ ഒരു കാലാവധി തന്നെയാണ്. കുടുംബജീവിതത്തിലെ താളപ്പിഴകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ കുറേശ്ശെയൊക്കെ ആയിട്ട് മാറിയിട്ട് ദാമ്പത്യ ഐക്യമൊക്കെ കൈവരിക്കാൻ പറ്റുന്നൊരു വർഷമാണ്. രോഗാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി, സന്താനങ്ങളെ കൊണ്ട് ദുഃഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് മാറി ചെറിയൊരു തോതിലുള്ള ആശ്വാസമൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. എന്തായാലും നിങ്ങളായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒരു സാമ്പത്തിക ബിസിനസ്, അതായത് പങ്കാളികളുമായിട്ടോ അല്ലെങ്കിൽ കുടുംബത്തിലെ പങ്കാളിയുമായിട്ടൊക്കെ ചേർന്ന് ചെറിയ ബിസിനസ്സൊക്കെ ആരംഭിക്കുന്നത് കൊണ്ട് സാമ്പത്തിക ലാഭമൊക്കെ വന്നു ചേരുന്ന കാലമാണ്. വാഹനമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന നന്നായിരിക്കും. ബന്ധുക്കളുമായിട്ട് നല്ല സൗഹൃദത്തിൽ വർത്തിക്കുന്നതും അതുപോലെ തന്നെ കൂടുതൽ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കർമ്മത്തിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. വർഷാവസാനം ഉന്നത സ്ഥാനപ്രാപ്തി, ശത്രുവിജയം, രോഗവിമുക്തി ഇവയൊക്കെ വന്നുപെടുന്നതുണ്ട്. ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് അതുമൊക്കെ തടസ്സം കൂടാതെ ലഭിക്കുന്ന ഒരു വർഷമാണ്. ധാരാളമായിട്ടുള്ള യാത്രകളൊക്കെ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ അനുഭവയോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നുപെടാം. എങ്കിലും നിങ്ങൾ കൂടുതൽ ദോഷാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനും ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കുന്നതിനുമായിട്ട് ശനിയാഴ്ച വ്രതവും വ്യാഴാഴ്ച വ്രതവും വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നത് കൂടുതൽ ഉത്തമമായിരിക്കും.